ക്ലിയോ അടുത്തോടി. രാവിലെ തന്നെ കുറച്ച് പണിയെടുക്കാമെന്ന് കരുതി പണിയായുധങ്ങളൊക്കെ റെഡിയാക്കി നേരെ പറമ്പിലേക്ക്. ഇതിലെയാണ് നമുക്ക് കയറി പോകേണ്ടത്, പറമ്പിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക്. പോകാൻ ഒരു കമ്പനിക്ക് ക്ലിയോട് വരുന്നോന്ന് ചോദിച്ചു. ചോദിക്കേണ്ട താമസമുള്ളായിരുന്നു. ആൾ ചാടി ഇറങ്ങി റെഡിയായി. പറമ്പിൻ്റെ താഴ്വശമായത്. ഇവിടെ എല്ലാം ഏലമാണ് നട്ടിരിക്കുന്നത്. ഇനി മുകളിലേക്ക് കയറും തോറും ഏലമൊന്നുമില്ല, മരങ്ങളാണ്. കുറേ മരങ്ങളെല്ലാം വെട്ടിയിട്ടുണ്ട് ഏലം ഇടാൻ വേണ്ടി. ക്ലിയോ ഇത്രയും കയറിയപ്പോൾ തന്നെ ക്ഷീണിച്ചെന്ന് തോന്നുന്നു. ആളെ ഞാൻ ഉന്തിത്തള്ളിയാണ് കൊണ്ടുപോകുന്നത്. അപ്പുറത്ത് വേറെ വഴിയുള്ളതാണ്, ജീപ്പ് റോഡ്. നമുക്ക് ഇത് ടോപ്പിലെത്താൻ പറ്റും. ഈ വേലിക്കപ്പുറത്ത് വേറെ പറമ്പാണ്. ഇത് നമ്മുടെ അല്ല, അപ്പുറത്തെ പറമ്പില്ല, മൊത്തം പറ്റി വരണ്ട് കിടക്കുന്നു. ഏകദേശം പകുതി വഴിയായി. ഇനിയിപ്പോൾ നമുക്ക് ചക്ക, മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, നോക്കാം. ഈ ടാങ്കിലേക്ക് വെള്ളം മോട്ടറടിച്ച് നിറച്ചിട്ടാണ് നമ്മൾ ബാക്കി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. പനയിൽ നിന്ന് കൊല പൊഴിഞ്ഞ് കിടക്കുകയാണ് ഇതിലെല്ലാം. വലിയ പനയാണ്, നേരത്തെ ചെത്തിക്കൊണ്ടിരുന്നതാണ്. ഇത് ഇഞ്ചമുള്ളു, പറമ്പ് നശിപ്പിക്കും. അതുകൊണ്ട് എവിടെ കണ്ടാലും വെട്ടി നിരത്തിക്കണം. 5-6 ചെറുനാരകമുണ്ട്. നാരങ്ങ ആയി വരുന്നേ ഉള്ളൂ. മാങ്ങ ഉണ്ട്, പക്ഷെ പഴുത്തിട്ടില്ല. 1 മാസം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെയും ചക്ക. പറമ്പിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. ക്ലിയോ ഇരിപ്പായിപ്പോയി. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ക്ലിയോ മടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി. ഏതായാലും വെള്ളമൊന്നും ഇല്ല, ഇനിയിപ്പോൾ താഴെ ചെല്ലാതെ വെള്ളം കിട്ടത്തില്ല. ഇത്രയും കയറി വന്നപ്പോൾ നന്നായിട്ട് ദാഹിച്ചു. അതുകൊണ്ട് കുടിക്കാനൊന്നും കിട്ടിയില്ല. നല്ല പഴുത്ത പേരയ്ക്ക കിട്ടി, അത് കഴിച്ചു. പറമ്പിൽ ഈ ഭാഗത്തുണ്ടായിരുന്ന മരങ്ങളെല്ലാം വെട്ടി. ഇനിയിപ്പോൾ ഇവിടെ ഏലം നടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി താഴോട്ട് പോവാണ്. ക്ലിയോയ്ക്ക് സന്തോഷമായി. ഇനി ഇറക്കമാണല്ലോ. കയറിയിട്ട് ഇറങ്ങുമ്പോൾ നല്ല സുഖമായിരുന്നു. അതുകൊണ്ട് ക്ലിയോ വന്നത് ടാപ്പിൻ്റെ ചുവട്ടിലേക്ക് ഓടി. അവൾ പാത്രത്തിൽ കൊടുത്താൽ കുടിക്കത്തില്ല, ഇങ്ങനെ വെള്ളം കുടിക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ 2 പേരും വെള്ളം കുടിച്ചു. വീട്ടിൽ വന്ന് കയറിയിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും നല്ല മഴ. ആഹാ.